നമസ്കാരം. മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രി പി എ മുഹമ്മദ് റിയാസിനുമെതിരെ രൂക്ഷ വിമർശനവുമായി കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ. മുഹമ്മദ് റിയാസ് പേടിപ്പിക്കാൻ നോക്കേണ്ട എന്നും അമ്മായി അച്ഛൻ മുഖ്യമന്ത്രിയായതുകൊണ്ട് മന്ത്രിയായ ആളല്ല താനെന്നും മുരളീധരൻ പരിഹസിച്ചു. കായംകുളത്ത് നവകേരള സദസ്സിൽ പങ്കെടുക്കവെ മുരളീധരനെതിരെ റിയാസ് വിമർശനം ഉന്നയിച്ചതിന് പിന്നാലെയാണ് കേന്ദ്രമന്ത്രിയുടെ മറുപടി. സാമ്പത്തിക വിഷയങ്ങളിൽ ഉൾപ്പെടെ കേന്ദ്രമന്ത്രി നിരന്തരം അസത്യം പ്രചരിപ്പിക്കുകയാണ് എന്നായിരുന്നു റിയാസിന്റെ വിമർശനം. മുഹമ്മദ് റിയാസും അമ്മായി അച്ഛനും കൂടി നടത്തുന്ന വികസനം കണ്ടിട്ട് ജനങ്ങൾക്ക് റോഡിൽ ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. ശബരിമലയിൽ കൊടുത്ത 95 കോടി രൂപ എന്ത് ചെയ്തു എന്ന് ടൂറിസം മന്ത്രി ആദ്യം പറയണം. ദേശീയപാത വികസനം കേന്ദ്ര സർക്കാർ നടത്തുന്നു. വഴിയിൽ അമ്മായി അച്ഛന്റെയും മരുമകന്റെയും ബോർഡ് വെച്ചിട്ട് ഇത് മുഴുവൻ ഞാനാണ് നടത്തിയത് എന്ന് പറയുന്നത് പോലത്തെ വികസനത്തിന് ഞാൻ ശ്രമിച്ചിട്ടില്ല. വിദേശകാര്യ വകുപ്പിന്റെ സഹമന്ത്രി എന്ന നിലയിൽ ചെയ്യാൻ കഴിയുന്ന എല്ലാ തരത്തിലുള്ള പ്രവർത്തനങ്ങളും കേരളത്തിന്റെ നന്മയ്ക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. കേരളത്തിന് ഏറ്റവും വിനാശകരമായിട്ടുള്ള സർക്കാരും പ്രത്യയശാസ്ത്രവുമാണ് CPM-നെ ഇല്ലാതാക്കാനാണ് ശ്രമം. CPM-ന് മേലുള്ള കേരളത്തിലെ ജനങ്ങളുടെ വിശ്വാസം ഇല്ലാതാക്കാനും പിന്തുണയില്ലാതാക്കാനും തുടർന്നും ശ്രമിക്കും. കമ്മ്യൂണിസം ലോകം മുഴുവൻ നാശമേ ഉണ്ടാക്കിയിട്ടുള്ളൂ. ലോകം മുഴുവൻ കമ്മ്യൂണിസം വലിച്ചെറിഞ്ഞു കഴിഞ്ഞു. കേരളത്തിന്റെ താല്പര്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളും. അതുകൊണ്ടാണ് കേരളിന്റെ പേരിൽ ജനങ്ങളെ ഇറക്കിവിട്ടപ്പോൾ അതിനെതിരെ ശബ്ദിച്ചത്. കേരളത്തിലെ ജനങ്ങളെ കേന്ദ്ര സർക്കാർ ഞെരുക്കി കൊല്ലുന്നു എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചപ്പോൾ വസ്തുത മുന്നിൽ വെച്ചത്. വിയോജിക്കുന്നവരെ ആക്ഷേപിച്ച് ശാരീരികമായി ഇല്ലാതാക്കിയും ഉന്മൂലനം നടത്തുക എന്ന CPM-ന്റെ നിലപാട് എത്രയോ കാലമായി തുടരുകയാണ്. 23ാമത്തെ വയസ്സിൽ CPM കള്ളക്കേസിൽ കുടുക്കി എന്നെ 2 മാസം ജയിലിലിട്ട കാലം തൊട്ട് അനുഭവമുണ്ട് എന്നും മുരളീധരൻ വിശദീകരിച്ചു. മുഹമ്മദ് റിയാസും അമ്മായി അച്ഛനും കൂടി നടത്തുന്ന വികസനം കണ്ടിട്ട് ജനങ്ങൾക്ക് റോഡിലിറങ്ങാൻ പറ്റാത്ത സ്ഥിതിയാണിപ്പോൾ. അതുകൊണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, ശബരിമലയിൽ കൊടുത്ത 95 കോടി എന്ത് ചെയ്തു എന്നുള്ളതാണ് ഈ ടൂറിസം മന്ത്രി ആദ്യം പറയേണ്ടത്. ആ 95 കോടി ചെലവഴിക്കാൻ കഴിവില്ലാത്തവൻ ബാക്കിയുള്ളവരെ കുറിച്ച് ഈ പറയുന്നതിൽ എന്താ? മാത്രമല്ല, വഴിനീളെ ദേശീയപാത വികസനം കേന്ദ്ര ഗവൺമെന്റ് നടത്തുന്നു. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് അവിടെ വഴിയിൽ അമ്മാച്ചന്റെയും മരുമകന്റെയും ബോർഡ് വെച്ചിട്ട് ഇത് മുഴുവൻ ഞാനാണ് നടത്തിയത് എന്ന് പറയുന്നത് പോലത്തെ വികസനം, അങ്ങനത്തെ വികസനം ഞാൻ ഏതായാലും ശ്രമിച്ചിട്ടില്ല. വിദേശകാര്യ വകുപ്പിന്റെ സഹമന്ത്രി എന്നുള്ള നിലയിൽ ഞാൻ ചെയ്യാൻ കഴിയാവുന്ന എല്ലാ തരത്തിലുള്ള പ്രവർത്തനങ്ങളും കേരളത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട്, CPM-ന്റെ നന്മയ്ക്ക് വേണ്ടി ഞാൻ ചെയ്യില്ല. CPM കേരളത്തിന് ഏറ്റവും വിനാശകാരിയായിട്ടുള്ള ഒരു സർക്കാരും ഒരു പ്രത്യയശാസ്ത്രവുമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് CPM-നെ ഇല്ലാതാക്കാൻ തന്നെയാണ് എൻ്റെ ശ്രമം. CPM-ന് കേരളത്തിലുള്ള ജനങ്ങളുടെ വിശ്വാസം ഇല്ലാതാക്കാനും പിന്തുണ ഇല്ലാതാക്കാനും ഞാൻ തുടർന്നും ശ്രമിക്കും. കാരണം ലോകം മുഴുവൻ കമ്മ്യൂണിസം നാശമേ ഉണ്ടാക്കിയിട്ടുള്ളൂ. ലോകം മുഴുവൻ കമ്മ്യൂണിസത്തെ വലിച്ചെറിഞ്ഞു. കേരളത്തിലെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് എത്ര കാലം കൊണ്ടു നടക്കാൻ പറ്റും എന്നുള്ള കാര്യം വരും ദിവസങ്ങളിൽ നമുക്കറിയാം. കേരളത്തിന്റെ താല്പര്യത്തിന് വേണ്ടിയിട്ട് ഞാൻ തീർച്ചയായിട്ടും നിലനിൽക്കും. അതുകൊണ്ടാണ് കഴിഞ്ഞ കാലങ്ങളിൽ കേരളിന്റെ പേരിൽ ജനങ്ങളെ ഇറക്കി വിട്ടപ്പോ ഞാൻ അതിനെതിരായിട്ട് ശബ്ദിച്ചത്. കേരളത്തിലെ ജനങ്ങളെ കേന്ദ്ര സർക്കാർ ഞെരുക്കിക്കൊല്ലുന്നു എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചപ്പോ വസ്തുതകൾ ജനങ്ങളുടെ മുന്നിൽ വെക്കുന്നത് ഇതൊക്കെ അസഹ്യത ഉണ്ടാക്കും എന്നെനിക്കറിയാം. മാത്രമല്ല, വിയോജിക്കുന്നവരെ ആക്ഷേപിച്ചും ശാരീരികമായി ഇല്ലാതാക്കിയും ഉന്മൂലനം നടത്തുക എന്നുള്ളത് CPM-ന്റെ നിലപാട് എത്രയോ കാലമായിട്ട് തുടരുന്നതാണ്. 23ാമത്തെ വയസ്സിൽ CPM-കാര് കള്ളക്കേസിൽ കുടുക്കി എന്നെ 2 മാസം ജയിലിലിട്ട കാലം തൊട്ട് എനിക്ക് അനുഭവമുള്ളതാണ്. അതുകൊണ്ട് എന്നെ റിയാസ് ഇതൊക്കെ പറഞ്ഞ് പേടിപ്പിക്കാൻ ശ്രമിക്കണ്ട. റിയാസിന്റെ പണി നോക്കുക. അമ്മായി അച്ഛൻ മുഖ്യമന്ത്രി ആയതുകൊണ്ട് മന്ത്രി ആയാളല്ല ഞാൻ എന്നും കൂടി മനസ്സിലാക്കുക. അല്ല, ഞാൻ ചോദിക്കട്ടെ, SFIക്കാര് മാത്രമേ സെനറ്റിൽ വരാവുള്ളൂ എന്ന് ഈ നാട്ടിൽ നിയമമുണ്ടോ? ABVP-ക്കാർ എന്ന് പറയുന്ന നിരോധിക്കപ്പെട്ട സംഘടനയല്ലല്ലോ. ABVP-യും RSS-ഉം ഒക്കെ ഈ രാജ്യത്ത് നിയമാനുസൃതം പ്രവർത്തിക്കുന്ന സംഘടനകളാണ്. നിയമാനുസൃതം പ്രവർത്തിക്കുന്ന സംഘടനകളിൽ പെടുന്ന ആരെ വേണമെങ്കിലും നോമിനേറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഗവർണർ എടുത്തിരിക്കുന്ന നിലപാട്. അതിൽ നിയമവിരുദ്ധമായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കോടതികളെ സമീപിക്കട്ടെ. ശ്രീനാരായണ ഗുരുദേവനെ സംബന്ധിച്ച്
കോഴിക്കോട് സർവകലാശാലയിൽ നടക്കുന്ന സെമിനാറിൽ പങ്കെടുക്കാനെത്തുന്ന ബഹുമാന്യനായിട്ടുള്ള ഗവർണറെ തടയും എന്നുള്ള SFIയുടെ നിലപാട് അത് CPM അറിഞ്ഞുകൊണ്ടാണോ എന്ന് CPM വ്യക്തമാക്കണം. ഗവർണർ ശ്രീനാരായണ ഗുരുദേവനെ കുറിച്ച് ഒരക്ഷരം മിണ്ടാൻ പാടില്ല എന്നുള്ളതാണോ CPMന്റെ നിലപാട് എന്നുള്ളത് കേരളത്തിലെ ശ്രീനാരായണ ഗുരുദേവന്റെ ഭക്തരുൾപ്പെടെയുള്ള സനാതനധർമ്മ വിശ്വാസികളായിട്ടുള്ള ആളുകൾ ഉൾപ്പെടെയുള്ള കേരളത്തിലെ ജനാധിപത്യ വിശ്വാസികൾ മുഴുവൻ അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണിത്. CPM ശ്രീനാരായണ ഗുരുദേവനെതിരായിട്ട് ഈ തരത്തിലുള്ള നിലപാടെടുക്കുന്നതിൻ്റെ അടിസ്ഥാനം എന്താണ് എന്നുള്ളത്. മാത്രമല്ല, കോഴിക്കോട് സർവകലാശാല ഉൾപ്പെടെയുള്ള കേരളത്തിലെ സർവകലാശാലകളുടെ ചാൻസലറായിട്ടുള്ള വ്യക്തി, അദ്ദേഹം ആ ക്യാമ്പസിലെത്തുമ്പോൾ ആ ക്യാമ്പസിൽ ചാൻസലർക്കെതിരായിട്ടുള്ള വലിയ ബാനർ കെട്ടാനുള്ള സ്വാതന്ത്ര്യം SFIക്കാരുടേതാണ്. പക്ഷേ ആ ബാനർ അവിടെ സർവകലാശാലയുടെ പ്രോപ്പർട്ടി, ആ പ്രോപ്പർട്ടിയിലാണ് ആ ബാനർ നിൽക്കുന്നത്. അത് നിലനിർത്തണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് സർവകലാശാലയാണ്. സർവകലാശാല ഇത്ര നേരമായിട്ടും ആ ബാനർ നീക്കം ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പും സർക്കാരും അവരുടെ ഒത്താശയോടുകൂടിയാണ് ഈ ബാനർ കെട്ടിയിട്ടുള്ളത്. അവരുടെ ഒത്താശയോടുകൂടിയാണ് ഗവർണർക്കെതിരായിട്ടുള്ള പ്രതിഷേധം, ചാൻസലർക്കെതിരായിട്ടുള്ള പ്രതിഷേധം എന്നുള്ളത് വളരെ വ്യക്തമാവുകയാണ്.